ഹലോ, ഇവിടെ ചേച്ചി കഴിഞ്ഞിട്ട് തന്നെ പരിപാടി. ഞങ്ങൾ ഇന്ന് ഉഴുന്നുവട ഉണ്ടാക്കുകയാണ് കേട്ടോ. ആണോ സോച്ചു? വെൽക്കം ടു ഡബ്ബോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അതിഥികൾ കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അതിഥികൾ. കുറെ പേര് ഗസ് ചെയ്തിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞ് അതിഥി. ഹായ് ജോ. ഹായ്. കേട്ടോ. ഹലോ. സൂല് പോണോട്ടോ. അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു. നമുക്ക് വട ഉണ്ടാക്കാന്ന്. അങ്ങനെ എന്താ പറയാ, ഉഴുന്നൊക്കെ മേടിച്ചോണ്ട് അപ്പൊ തന്നെ വന്ന് വെള്ളത്തിലിട്ട് രാവിലെ അപ്പൊ ഞങ്ങൾ ആരും വട ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇവളും ഉണ്ടാക്കിയിട്ടില്ല. ഞാനും ഇതുവരെ വട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മളെല്ലാരും 3 വട മാവൊക്കെ ആക്കി. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. മാവായി ഇടണമെന്ന് അറിയില്ല. ഓട്ട എങ്ങനെ വരുത്തുന്നത് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അതിന് നമ്മൾ കണ്ടുപിടിച്ചൊരു വഴിയുണ്ട്. അത് നമ്മള് ക്ലിപ്പില് കാണിക്കാം. അതെ, ഞങ്ങള് അതിന് വേണ്ടിട്ട് ഞങ്ങള് ഒരു യൂട്യൂബിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാണ് കേട്ടോ. നമ്മുടെ അരിപ്പക്കകത്ത് ഇട്ടിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഇതൊക്കെ നമ്മള് വലിപ്പം കൂട്ടാനായിട്ട് ശ്രമിച്ചപ്പോ പറ്റിയതാട്ടോ. പക്ഷെ ഇതുണ്ടോ അതിന്റെ കൂടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാൻ കട്ട ചമ്മന്തി, ക്രിസ്പി വടയല്ലേ ചോദിച്ചു. നമ്മൾ ഓരോ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്ലഫി വടയാണ് കേട്ടോ. ലാസ്റ്റ് വട അങ്ങനെ വറുത്തെടുത്തോണ്ടിരിക്കുക. അതേപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വിശക്കുന്നില്ലേ? പിന്നെ ചപ്പാത്തിയും എഗ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിന്റെ കൂടെ നമുക്ക് ചൂട് വടയും കൂടെ കഴിക്കാം. വട, സാമ്പാർ, ചമ്മന്തി, ഒരു വെജ് ബ്രേക്ക്ഫാസ്റ്റ്, വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. പെട്ടെന്ന് വേകുന്നുണ്ടല്ലേ. ഷേപ്പ് അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. അല്ലേ? അതെ, അടിപൊളി. ഇനി നമുക്കൊരു 4 വടകൾ ഉണ്ടാക്കാനുള്ള മിച്ചമുണ്ടല്ലേ ചെമാവ്. അതെ അതെ അതെ. നമ്മളെ ആദ്യം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തുളയിടാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയപ്പം ഒരാളത് ഇതുപോലെ അരിപ്പ വെച്ച് ഉണ്ടാക്കുന്നു. സംഭവം സക്സസ് ആണ് കേട്ടോ അല്ലേ. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് തുളയിടാൻ പറ്റുമെന്ന്. കാരണം ഇച്ചിരി ഇത് കൂടി പോയാലും നമുക്ക് തോന്നി. പക്ഷെ ഇങ്ങനെയാണ് ശരിക്കും കറക്റ്റ് ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ഒരെണ്ണം ടേസ്റ്റ് നോക്കി. സൂപ്പർ, നല്ല ഫ്ലഫി ആണ്, നല്ല ക്രിസ്പി ആണ്. ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളൊരു ഇച്ചിരി വലുതാക്കി ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. കാരണം തീരാറേ. നല്ലൊരു ഐഡിയ എന്നാ പറഞ്ഞാലും അല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഇരുന്നു കേട്ടോ. സോസിൽ തന്നെ വലിയൊരു ഗ്ലാസ് ആണല്ലോ കയ്യിൽ അപ്പുറത്തിരിക്കുന്നത്. ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. ഇന്നലെ രാവിലെ തൊട്ട് കുടിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ തീർന്നില്ല. ഞാൻ ഉണ്ടാക്കിയപ്പോ കുറച്ച് ഏറെ ഉണ്ടാക്കിയപ്പോ അവർക്ക് പതുക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുടിക്കാലോ. ഫ്രിഡ്ജിൽ വെച്ച് അതെ. ചേട്ടാ എന്നെ വരാത്ത ചോദിച്ചു. ചേട്ടായിക്ക് ഡ്യൂട്ടി ആയി പോയി. ആണോ? അതുകൊണ്ടാണ് അത് കഷ്ടമായി പോയല്ലോ. കിട്ടിയില്ല ഓഫ്. സ്വന്തം അധ്വാനത്തിലുണ്ടാക്കിയ അടിപൊളി വട കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. സൗണ്ട് കേൾക്കാം. നമ്മുടെ വട ഇങ്ങനെ മുറിക്കുക. നല്ല ശബ്ദം കേൾക്കാം. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ക്രിസ്പി അടിപൊളിയല്ലേ. ആ സൗണ്ട് കേൾക്കണം അല്ലേ. ആ സൗണ്ടിലാണ് നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. സ്പെഷ്യൽ വട, സാമ്പാർ, ചമ്മന്തി, വടയുടെ കൂടെ പിന്നെ റൊട്ടി, മുട്ടക്കറി. സ്പെഷ്യൽ മുട്ടക്കറി ആട്ടോ. ഓസേപ്പച്ചൻ സ്പെഷ്യൽ ഉഴുന്നു വേണം. അപ്പൊ നമ്മളിത് എല്ലാവരോടും സ്വാഗതം പറയാൻ മറന്നുപോയി കേട്ടോ അല്ലേ. OCMMLയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ദേ സൂവിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. മേർക്കോട്ടനൊക്കെ നല്ല കണ്ണാടി വെച്ച് ഹലോ ഹായ് ഹായ്. അവളിച്ച് ചെറിയൊരു മൂഡ് ഓഫിലിരിക്കുക. സംഭവം അറിയത്തില്ല. പക്ഷെ സൂ ചെല്ലുമ്പോ അതെല്ലാം മാറിക്കോളും. ജോ റെഡി ആയിട്ടിരിക്കുന്ന ജോ റെഡി. ഹായ്. ഓക്കെ, ഹായ് പറയാമോ? അതാണ് മേരിക്കോട്ടന് മറ്റേ സൺസ്ക്രീൻ തേച്ചത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിക്ക്. പക്ഷെ സൺസ്ക്രീൻ തേക്കാതെ പോകാൻ പറ്റുമോ ജോക്കോട്ടാ? സൺസ്ക്രീൻ വേണം, ഹാറ്റ് വേണം, കണ്ണാടി വേണം അല്ലേ. ജസ്റ്റ് ഗോ ടു സൂ. ഞങ്ങളപ്പോ സൂല് പോയിട്ട് വരാം കേട്ടോ. അനിമൽസിനെ കണ്ടിട്ട് വരാം. നിങ്ങൾ ഇവിടുന്ന് റെസ്റ്റ് എടുത്തോ. ഞങ്ങൾ ഇനിയിപ്പോ പോയിട്ടുണ്ട്. എന്റെ പിള്ളേർക്ക് ഇച്ചിരി പ്രായമായി കഴിയുമ്പോ കാണാൻ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ്. ഓക്കെ, എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി, ഓക്കെ, ബൈ. പോവാം മേരിക്കോട്ടാ. അവിടെ ചെല്ലട്ടോ. See bear? Yes. Okay. Joe, why not? You got tickets. Yeah. I think this
അങ്ങനെ ഞങ്ങൾ സൂവിന്റെ അകത്ത് കയറാൻ പോകാനോട്ടോ. ജോക്കട്ടാ സൂ കണ്ടോട്ടോ. ജിറാഫ്. Yeah. Mommy giraffe, okay. ജോ റൈനോനെ കണ്ടോ ജോ? കേട്ടോ റൈനോ, ഒറ്റ കൊമ്പുള്ള റൈനോ. മിറയ്ക്ക് കാണണം, കാണിക്കാം പാ. മിറേനെ റൈനോക്ക് തിന്നായിട്ട് കൊടുക്കാൻ പോവാ. ജോ അതാരാ ജോ? സീബ്ര. ഓ ഇവിടെ അടുത്തുണ്ടല്ലോ. നിനക്കോട്ടെ കണ്ടോടാ, സീബ്രനെ കണ്ടോടാ. നിനവിടെ ജിറാഫിനെ കാണിച്ചു ഡാഡി. ഇത് എവിടെയാണ് കയറിയിരിക്കുന്നത്? നിറ കണ്ടോ? This is just a baby giraffe. Look at the other adult giraffe. You see a lemur? Yeah. ഇതാട്ടെ ലാൻഡ് എന്ന് പറയുന്ന സാധനം. നമ്മുടെയൊക്കെ പറയാൻ എന്താ മ്ലാവൊക്കെ പോലെ ഇരിക്കുന്നല്ലേ? ലെമൂറാണ് കേട്ടോ, ലെമൂർ. ഫീഡിങ് ടൈം ആവും, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ട് കാണാൻ ജോ. യു ആർ ലക്കി ജോ. മിരക്കുട്ടനാട്ടോ നമ്മുടെ കൂട്ടത്തിലെ അനങ്ങാപ്പാറും. പയ്യ വരുന്ന, എല്ലായിടത്തും കയറി കളിച്ച് തുല്യ വരുന്ന അവള്. ജോയും ഞാനും വെയിറ്റ് ചെയ്ത് മടുത്തു അല്ലേ ജോ? ഹലോ മാഡം, വരുന്നുണ്ടോ? ഞങ്ങൾക്ക് കുറെ ആനിമൽസിനെ കാണാനുള്ളതാ. ഞങ്ങൾ മങ്കീനെ കാണാൻ പോട്ടോ അല്ലേ ജോ? സൈമാങ്. ഈടാ ജോ കണ്ടോടാ, ഗോറില്ല പോലത്തെ സാധനം അല്ലേ? അതാരും ജോ, അതോ ഓട്ടറാണോ? നമ്മളൊക്കെ നാട്ടിൽ പറഞ്ഞ നീർനായ അല്ലേ? നീർനായുടെ ഒരു ചെറിയ വേഷം. Stand on that rock and stand. You're playing ribbon. Oh wow. How high am I? നമ്മളിപ്പോൾ കാണുന്ന വൈറ്റ് റൈനോ കേട്ടോ, വെളുത്ത റൈനോ. വെരി റെയർ സ്പീഷീസ് ആണേ ജോ. വെളുത്ത റൈനോ ലോകത്തിൽ ഭയങ്കര റെയർ ആട്ടോ. ചീറ്റയാണ് കേട്ടോ എൻ്റെ മോനെ. Hello there. Oh my goodness, Mira, see that? How are you doing, sir? ചീറ്റ കണ്ടോ? Are you doing good? Hey, where are you going? Elephant. Yeah. What's it doing? My shoe fell. Help! ഇതാരടാ ആന എടുത്ത് പോണോ? ഇവന് ഈ കാണുന്ന പക്ഷികളെല്ലാം ഓടിച്ചോടിച്ചിപ്പ് ചെറുതായിട്ടൊന്ന് ഉരുണ്ട് വീണു കേട്ടോ. മിരക്കോട്ടെ തന്നെ ആനയുടെ വേത്ത് കയറുവാണോ? ജോൻ കയറിക്കോടാ. വീടല്ലേ നീ ആ കൊമ്പനാനയുടെ പുറത്ത് കയറിക്കോ. ഇത് പിടിയാനാ, ഇത് പെണ്ണാനാ. മീറ പിണങ്ങിയിരിക്കുന്ന കണ്ടോ? എന്തിനാണ് മീറ പിണങ്ങിയിരിക്കുന്നേ? അവിടെ വാട്ടർ ബോട്ടിലാണോ മറന്നു വെച്ചിട്ട് പോകുന്ന കേട്ടോ. ജോ അത് എടുക്കാൻ പോയിട്ടുണ്ട്. ജോ ചേട്ടാ ഇപ്പോൾ എടുത്തോണ്ട് വരും നിന്റെ ബോട്ടിലാണ് കേട്ടോ. ഓക്കെ, തൊട്ടനും പിടിച്ചതിനൊക്കെ പിണക്കമാണ് കേട്ടോ. ഉറക്കം ശരിയ ക്ഷീണം കാണും കേട്ടോ. ഉച്ചയായാലും ഇവരൊക്കെ ഉറങ്ങാനുള്ള സമയമായി കേട്ടോ. ഞങ്ങളിനി പയ്യെ പോവാം അല്ലേ മീറ? പയ്യെ നമുക്ക് പെട്ടെന്ന് പോവാം. Show me a picture. ഓക്കെ.
പിക്ചർ കാണിച്ചു തരാം. It's a penguin eye. ആഹാ, ഐസ് ഉണ്ടോ? അത് പുഴു പണിയത് പുഴു. No, it's a caterpillar. ഓക്കെ, ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോവാല്ല ജോ, എല്ലാ ആനിമൽസിനെ കണ്ടല്ലേ. Hello. Hello. നിനക്ക് ചിപ്സ് മതി എന്ന് പറഞ്ഞു കേട്ടോ. നിനക്ക് ചിപ്സ് പോരാ മിറയ്ക്ക? സോസിൻ്റെ ഭയങ്കര ആളാട്ടോ, സോസ് ഭയങ്കര ഇഷ്ടം. ചിപ്സിനേക്കാളും കൂടുതൽ സോസ് കഴിക്കുവാണ്. മക്കളെ, ഹൗ വാസ് ദി സൂ? Yeah. Good. അടിപൊളി ജോ. Yeah. ഞങ്ങൾക്ക് കുറച്ച് ആനിമൽസിനെ കാണാൻ പറ്റില്ല, കാരണം എനിക്ക് 2 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അക്കാര്യം മറന്നുപോയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 1:50 ജോ കൂടെ നമുക്ക് പിന്നെ ഒന്ന് കാണാം കേട്ടോ, ലയണിനൊക്കെ. When? അടുത്ത തവണ വരുമ്പോൾ കാണാം. ഓക്കെ, ഡോണ്ട് വറി. Okay, let's go the day after tomorrow. അതെങ്ങനെയൊക്കെ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുക കേട്ടോ. ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. നിമിഷം വന്ന് പിള്ളേരെ പിക്ക് ചെയ്തോളെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നോടത്ത് ഞാൻ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. സമയം പോയി. അങ്ങനെ ജപ്പാനാണെന്നാണ് പറയുന്നത്. Maybe South Korea or something. ആണോ? അടിച്ചു നോക്കടാ. Oh, so it must be North or South Korea. അതല്ലേ, പിള്ളേരുടെയൊക്കെ ഓരോ പുതിയ ഗെയിമുകളല്ലേ. TV ഞങ്ങളെല്ലാം അഴിച്ച് സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഭിത്തിയിലെടുത്ത് വെക്കണം. ജോബോട്ടനും ഇത് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിമിഷം വന്നു കഴിയുമ്പോൾ ഒന്ന് പയ്യെ ഞങ്ങൾക്ക് 2 തവണ കയറ്റി വെക്കണം. അന്നേരം നമുക്ക് സിനിമ കാണണ്ടേ ജോ, വലിയ TV-ൽ? യെസ്, പഴയവന് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി പയ്യെ ഏതെങ്കിലും മുറിയിലേക്ക് തട്ടണേ. ഇതെന്താ ശോശു ഇതാ? എന്താണ് മിറക്കുട്ടിയുടെ ഒരു പല്ലിങ്ങ് പോകുന്നു. ദൈവമേ, പല്ല് പറിച്ചോടി. മീറ ചിരിച്ചേ. ബർത്ത്ഡേ ആയിട്ട് നാളെ ബർത്ത്ഡേ എന്റെ ചക്കിയുടെ ഒരു പല്ലങ്ങ് പോയി. അതെല്ലേ, കാണിച്ചേ അവിടെ. അതാ അവിടെ പല്ല്. മീറയുടെ പല്ല് അതിന് കേടായിരുന്നു അല്ലേ? ഇൻഫെക്ഷൻ ആണല്ലേ? പല്ല് പറിക്കാൻ ഏതായാലും പോകാൻ സമയമായിരുന്നു. അതെയോ? അപ്പൊ പിന്നെ ചെറുതായിട്ട് ആട്ടം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങ് പറിച്ചു. അങ്ങനെ ഇവന് കൂട്ടായി ഫ്രണ്ടിൽ പല്ല്. അത് കൊള്ളാം. ജോ ചിരിച്ചോ, ജോ ചിരിച്ചോ. ജോ, രണ്ടുപേർക്കും. ചേട്ടനും പല്ലില്ല, അനിയത്തിക്കും പല്ലില്ല അല്ലേ? കരഞ്ഞില്ല അല്ലേ? അതങ്ങനെ ചോദിച്ചു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ മീറയുടെ അത്ര ഡീസന്റ് ആയിട്ടുള്ള ഇവിടുത്തെ സ്വഭാവ ശോശി അറിയാന്നല്ലേ മീറയുടെ? ഇത്രയും വലിയ സൂചിയാ ഇഞ്ചക്ഷൻ കൊടുത്തോ? ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാ ലോകത്തിടെ ഇത്രയും വലിയ സൂചിയാ മോണയ്ക്ക് കുത്തി ഒരു 5 വർഷം കുത്തി. അടിപൊളി. അത് കുത്തിട്ടുണ്ട്. ഒരാസത്തിന് ഞാൻ പിടിച്ചു. അവളെ ഒന്നും മകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പല്ല് ഇങ്ങനെ പിടിച്ച് ഒറ്റ വലിയ. അതല്ലേ, കലക്കിട്ടോ. നമുക്കൊരു കൈ കൊടുത്തിട്ട് വരാം. നീ ഇത്ര പിടിക്കാതെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാഴ്ച ഞാൻ ശരിക്കും കാണട്ടെ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവൾ കരഞ്ഞില്ല അല്ലേ? That's a baby. That's a new baby. അതെല്ലേ? ഓ, ഒന്ന് ഞെരങ്ങി, പക്ഷെ കരഞ്ഞില്ല. ഒന്ന് മൂവ് ചെയ്തത്. അതെ. അയ്യോ, ഹൈഫൈ. ഇന്നോണ്ടാണ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു കേട്ടോ അവള്. കളറുണ്ടല്ലേ? ജോ മിറയുടെ ബേബിയാണോ ജോയുടെ ബേബിയാണോ? മിറയുടെ ജോയുടെ ബേബിയാണ്. വെറുതെ ആയിരുന്നു, ഞാൻ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി കേട്ടോ. രണ്ടുപേരും എടുത്ത ബേബീസിനെ. Mira's baby and Joe's baby. Okay, Mira? രണ്ടുപേരുടെ ബേബിയാ. അതുപോലെ റീവൂട്ടന്റെ ബേബിയാണ്. ഞങ്ങളത് അങ്ങനെ പയ്യെ കഴിഞ്ഞില്ല ഇതുവരെ. മൈ ബേബി കഴിഞ്ഞില്ലേ? അവള് ചുമ്മാ കുത്തുപോയി. Your baby, it's your baby. Okay, Joe? My baby, only my baby. Mira doesn't get to have the baby. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അപ്പുറത്ത് വരുന്നത്. My baby. Joe, sit there. Joe, don't go. Surprise. My baby.
ആ baby. ഓക്കെ അപ്പൊ ശരി ശരി എല്ലാവരുടെയും ബേബി ഓക്കെ Say my baby. ഓക്കെ ഓക്കെ I say my baby. ആര് വിട്ടുകൊടുക്കും അല്ലെ ഗായ്സ്. ആര് വിട്ടുകൊടുക്കും നമുക്ക് കാണാം കേട്ടോ രണ്ടുപേരും വിട്ടുകൊടുക്കും എനിക്ക് തോന്നുന്നില്ല ബേബീസ് പോയി കളിച്ചു രണ്ടാണ് ഇതിനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അവിടെ ഇവിടെ ഭൂലോക വഴക്കാറുണ്ട് മൈ ബേബി അതെ മറ്റേ ഇവള് മിറ ഒട്ടും വിട്ടു കൊടുക്കത്തില്ല കേട്ടോ ജോബ് ആവാതിന്റെ വിഷമിച്ചറിയും കട്ടക്ക് നിക്കുക. അപ്പുറം എന്തോ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് എന്താണോ ദൈവത്തിനറിയാം ആണോ അതെ നല്ലൊരു കാലാവസ്ഥയാണ് അടിപൊളി അല്ലെ. നമുക്കിനി പയ്യെ പിള്ളേരുടെ പ്രസൻസ് ഒക്കെ പാക്ക് ചെയ്യണം കേട്ടോ നാളെ ബർത്ത്ഡേ നാളെ മിറയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കൊറേ ഗിഫ്റ്റ് അത് കാണാൻ റാപ്പ് ചെയ്യണം കൊറേ ഗിഫ്റ്റ് ഒക്കെ പുറത്തോട്ട് ഇറക്കിയതാണ് പക്ഷെ രണ്ടുപേരും അകത്തേക്ക് കയറി വരിക പിന്നെ കേട്ടോ. ഇവര് ഭയങ്കര സ്നേഹമാണെങ്കിലും അടുത്ത് വരുമ്പോ രണ്ടെണ്ണം ഭയങ്കര അടിയാണ് ആദ്യമൊക്കെ ആദ്യത്തെ മണിക്കൂറുകളിൽ ഭയങ്കര ഒരു ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ മിറ അവന്റെ പുറകെ നടക്കുന്നു അവൻ ഇവളുടെ കൂടെ നടക്കുന്നു പക്ഷെ സെക്കൻഡ് ഡേ ആകുമ്പോ അടിയും ബഹളമായിരിക്കും കേട്ടോ അതേതായാലും ചേട്ടൻ അനിയത്തിമാരൊക്കെ ആകുമ്പോ അങ്ങനെയാണല്ലോ. നിങ്ങളൊരു പാട്ട് കൂടെ പാടാവോ ഈ കാറ്റത്ത് ഈ വെതറിൽ നമുക്കൊരു പാട്ട് കൂടെ പാടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണ് എൻ്റെ മാനസം ഇന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം എന്നിട്ടും നീ എന്നോടൊന്നും മിണ്ടാത്തതെന്താണ് പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി ഇൻ മുന്നിൽ മിന്നി വന്ന കവിതേ. അടിപൊളി തകർത്തോട്ടെ നമ്മുടെ ആംബിയൻസിന് പറ്റിയ പാട്ട് ഭയങ്കര കാറ്റോണ്ട് ഇപ്പൊ അതല്ല ക്ലൈമറ്റ് മാറി തുടങ്ങുന്നില്ല ഇപ്പൊ തണുപ്പായി തുടങ്ങി കേട്ടോ രാവിലെ എന്തൊരു തണുപ്പായിരുന്നല്ലേ. ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര റിലാക്സേഷൻ ആണ്. നമ്മൾ സ്പെൻഡ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇവൻ ഫ്രണ്ട് നമ്മളൊരു പാർക്കിലൊക്കെ പോയിരിക്കുന്ന ഫീലാണ് ഈ ബാക്ക് യാർഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ്. നമ്മൾ എപ്പോഴും പറയും നമുക്കെന്താ ഇവിടെ കുറച്ചൊരു ലോഞ്ച് ഒക്കെ മേടിച്ചിട്ടല്ല പയ്യെ ഒരു ഊഞ്ഞാലും ലോഞ്ചും പയ്യെ കുറച്ച് ലൈറ്റ്സും ഭാവിയിലേക്ക് മേടിച്ചിടണം കേട്ടോ എന്താണേലും ലൈറ്റ്സ് ഇടണം തകർത്ത്. അതുപോലെ ഇപ്പൊ ചൂട് ഒക്കെ മാറി രാവിലെ ഇപ്പൊ നല്ല തണുപ്പാട്ടോ രാവിലെ തണുപ്പ് കഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകിട്ടുള്ള സമയത്ത് പൊള്ളുന്ന ചൂട് ഉച്ചക്ക് ഉച്ചക്ക് കുറച്ച് നേരം നമുക്കെന്താ ഇച്ചിരി പ്രസൻസ് ഒക്കെ അങ്ങ് പൊതിഞ്ഞ് പ്രസൻസ് ഒക്കെ ഒന്ന് പയ്യെ പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്ക് പയ്യെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ നിമിഷ ചോദിച്ചു ഓക്കെ. അങ്ങനെ ലാസ്റ്റ് പ്രസന്റ് പൊതിഞ്ഞോണ്ടിരിക്കുക ചോദിച്ചു പ്രസന്റ് തുറന്ന സമയം പോകുന്നു തോന്നുന്നല്ലോ നാളെ ഇതേ ഇരിക്കുന്നതാണോ. ഇനി ഒന്ന് രണ്ട് കുഞ്ഞ് ഐറ്റം കൂടി ഉണ്ട് കേട്ടോ തീരാറായി. അതെ അതെ നിങ്ങളെല്ലാരും കാണിക്കാം കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ജോയിക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ അത് ഗിഫ്റ്റ് അതുപോലെ മിറായിക്കും ഉണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടോ ചോദിച്ചു ഞങ്ങൾക്ക് ബുദ്ധി വളരാനായിട്ട് ഞങ്ങൾക്കല്ല ഇച്ചായന് എനിക്കറിയാം എന്റെ ബുദ്ധി വികസിക്കാനായിട്ട് മേടിച്ചതാണ് ചെസ്. എനിക്കറിയാം എന്റെ പപ്പ എന്നെ പഠിപ്പിച്ച കുത്തിരുന്ന് പപ്പ എന്നെ പഠിപ്പിച്ച സാധനം ചെസ് ആണോ. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നമ്മള് ഭയങ്കര ചെസ്സില്ല കേട്ടോ. ഇന്ന് രാത്രി കളിക്കാം നമുക്ക് അല്ലേ. അതല്ല നമ്മള് ക്യാൻബറ പോയപ്പോ അവിടെ അല്ല ഒരു ആന്റിയുടെ വീട്ടിൽ പോയപ്പം ഞാൻ നിമിഷയുടെ കളി കണ്ടതാട്ടോ ഭയങ്കരമായിട്ട് കളിക്കും കേട്ടോ നന്നാ ബുദ്ധിയുണ്ട്. എനിക്ക് നിന്നെ പപ്പ പഠിപ്പിച്ചില്ലേ അപ്പം. അയ്യോ എന്നെ പപ്പയാട്ടോ പഠിപ്പിച്ച. എനിക്കിതിന്റെ മൂവ്മെന്റ്സ് അറിയാവേ പക്ഷെ എനിക്കിത് ആലോചിക്കാനുള്ള ഒരു അതെ അല്ലേ അല്ലെ ഒന്ന് പഠിക്കണല്ലേ പക്ഷെ ചെസ്സിൽ ഒന്ന് ടോപ്പറാണ് കുറച്ച് ബുദ്ധിയൊക്കെ ഒന്ന് ഷാർപ്പാണ്. അതെ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. ഒരുപാടായില്ലേ ഇതേ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പം അടിച്ചു പൊളിക്കണം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം ഞങ്ങളൊരു അടിപൊളി വീഡിയോ അടിപൊളി എന്ന് പറഞ്ഞാൽ മിറക്കോട്ടിന്റെ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ചോദിച്ചു നിമിഷ ബൈ.